ഉൽപാദനം കുത്തനെ ഇടിഞ്ഞിട്ടും വില ഉയരാതെ റബ്ബർ വിപണി. ടയർ ലോബിയുടെ ഇടപെടലാണ് വില ഉയരുന്നതിന് തടസ്സമെന്നാണ് കർഷകരുടെ ആരോപണം. ഗുണനിലവാരത്തിന്റെ പേരിൽ 5 രൂപയുടെ കുറവാണ് 1 കിലോ റബ്ബർ ഷീറ്റിൽ കർഷകർക്കുണ്ടാകുന്നത്. സനോജ് കൂടുതൽ വിവരങ്ങളുമായി. സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. ഗുഡ് മോർണിംഗ് സനോജ്, കർഷകർ വീണ്ടും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണ് ഇതിന്റെ മറ്റു വിവരങ്ങൾ? കീർത്തി, റബ്ബർ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി റബ്ബർ കർഷകർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണ് റബ്ബർ കർഷകർക്ക് തിരിച്ചടിയായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ സബ്സിഡിയൊക്കെയാണ് അല്പം ആശ്വാസം കേരളത്തിലെ കർഷകർക്ക് നൽകുന്നത് എങ്കിലും അത് മതിയായ പരിഹാരമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കർഷകർ കേന്ദ്രത്തിന്റെ സഹായത്തിനായി പലതവണ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ പ്രധാനമായും കാണേണ്ടത്, ഇപ്പോൾ റബ്ബറിന്റെ ഉൽപാദനത്തിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനം, തായ്ലൻഡ്, മലേഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ കനത്ത മഴ മൂലം അവിടെ ഉൽപാദനത്തിൽ കാര്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ റബ്ബർ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കർഷകർ ഈ കാർഷിക മേഖലയെ കഴിയൊഴിഞ്ഞത് കൊണ്ട് തന്നെ 1 ലക്ഷം ടണ്ണ് റബ്ബർ ഉൽപാദനത്തിൽ കുറവുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ചൈനയിലും അമേരിക്കയിലും റബ്ബറിന് ആവശ്യകത കൂടി. സ്വാഭാവികമായും അന്താരാഷ്ട്ര വിപണിയിൽ വില വർദ്ധിക്കുകയാണ് റബ്ബറിന്. വരും ഘട്ടങ്ങളിൽ 180 രൂപയുടെ, അതായത് 1 കിലോ 1-ാം ഗ്രേഡ് റബ്ബർ ഷീറ്റിന് 180 രൂപയോളം വില ലഭിക്കേണ്ടതാണ്. എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ലഭിക്കുന്നത് 1-ാം ഗ്രേഡ് റബ്ബറിന്, RSS എന്ന് പറയപ്പെടുന്ന 1-ാം ഗ്രേഡ് റബ്ബറിന് 155 രൂപയാണ് വിലയായി ലഭിക്കേണ്ടത്. എന്നാൽ ഈ കർഷകർക്ക് ലഭിക്കുന്നത് 150 രൂപ മാത്രമാണ്. 5 രൂപയുടെ കുറവാണ് 1 കിലോ 1-ാം ഗ്രേഡ് റബ്ബർ ഷീറ്റിന് ഉണ്ടാകുന്നത്. ഗുണനിലവാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ വിലക്കുറവ് സംഭവിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതുകൊണ്ട് തന്നെ കർഷകർക്ക് ഉൽപാദന ചെലവിനനുസരിച്ചുള്ള വില ലഭിക്കാത്തത് വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കർഷകരും ഈ മേഖലയെ കൈയൊഴിഞ്ഞു. അപ്പോഴാണ് ഇതിന് ആവശ്യകത കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ ആവശ്യകത കൂടുമ്പോൾ സ്വാഭാവികമായും വില ഉയരേണ്ടതാണ്. എന്നാൽ ടയർ കമ്പനികളുടെ ഇടപെടലിനെ തുടർന്ന് ടയർ കമ്പനികൾ വിപണിയിൽ ഇടപെടാതെ റബ്ബർ വാങ്ങുവാൻ തയ്യാറാവാതെ വരുന്നത് കൊണ്ട് തന്നെ ഈ റബ്ബറിന്റെ വില വർധനവ് ഉണ്ടാവുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. കാരണം വില വർധനവിനെ തടയുക എന്നുള്ളതാണ് ടയർ കമ്പനികളുടെ പ്രധാനപ്പെട്ട MRF-ഉം സിയറ്റും പോലെയുള്ള വൻകിട ടയർ കമ്പനികൾ, അപ്പോളോ പോലെയുള്ള വൻകിട ടയർ കമ്പനികളാണ് ഇത്തരത്തിൽ വിപണിയിൽ ഇടപെടാതെ കർഷകർക്ക് വീണ്ടും തിരിച്ചടി സൃഷ്ടിക്കുന്ന സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ തന്നെ കേരളത്തിന്റെ റബ്ബർ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടയത്താണ് റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ മതിയായ ജീവനക്കാരില്ല, ഫീൽഡ് ഓഫീസർമാരില്ല. അതുകൊണ്ട് തന്നെ ഉൽപാദക സഹകരണ സംഘങ്ങളൊക്കെ തന്നെ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ സബ്സിഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സബ്സിഡിയുടെ പേപ്പർ വർക്കുകൾ നിൽക്കേണ്ടത് റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള ഫീൽഡ് ഓഫീസർമാരാണ്. എന്നാൽ ഫീൽഡ് ഓഫീസർമാരില്ലാത്തത് കൊണ്ട് തന്നെ ഈ സബ്സിഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, കർഷകർ നൽകുന്ന വിവരങ്ങൾ, അവരുടെ ബില്ലുകൾ, മറ്റു കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് താമസമുണ്ടാവുന്നു. സമയബന്ധിതമായി കർഷകർക്ക് സംസ്ഥാന സർക്കാരിന്റെ സബ്സിഡി ലഭിക്കാത്ത ഒരു സാഹചര്യം. കാരണം രാജ്യത്ത് 170 രൂപ റബ്ബറിന് തറവില പ്രഖ്യാപിക്കപ്പെട്ട ഏക സംസ്ഥാനമാണ് കേരളം. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് 1 കിലോ റബ്ബറിന് പരമാവധി 150 രൂപയോ അല്ലെങ്കിൽ 149 രൂപയോ നിലവിലത്തെ വില വർധനവ് പ്രകാരം ലഭിക്കുമ്പോൾ കേരളത്തിലെ കർഷകർക്ക് 170 രൂപ ലഭിക്കും. കാരണം സർക്കാർ നൽകുന്ന സബ്സിഡിയും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ പണം ലഭിക്കേണ്ടത്. ആ പണം ലഭിക്കണമെങ്കിൽ ഫീൽഡ് ഓഫീസർമാർ കൃത്യമായി കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കർഷകർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ കൃത്യമായി ഈ തുക കർഷകരുടെ കൈകളിൽ എത്തുകയുള്ളൂ. എന്നാൽ നിലവിൽ ഫീൽഡ് ഓഫീസർമാരുടെ ഒഴിവുകൾ നികത്തുവാൻ റബ്ബർ ബോർഡും കേന്ദ്ര സർക്കാരും തയ്യാറാവാത്തത് കൊണ്ട് തന്നെ ഇത് കൃത്യമായി പൂർത്തീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് കർഷകർക്ക് ഈ സബ്സിഡി തുക കിട്ടുന്നതിന് വലിയ തടസ്സം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇതിനിടയിലാണ് സ്വാഭാവികമായും വില വർദ്ധിച്ചുകൊണ്ട് കർഷകർക്ക് ഈ സബ്സിഡി തുക ഇല്ലാതെ തന്നെ ഇവർക്ക് മാന്യമായ വരുമാനം ഈ റബ്ബർ കാർഷിക മേഖലയുമായി ലഭിക്കേണ്ട ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനം, മഴയുടെ കുറവ് മൂലം കേരളത്തിലാണെങ്കിലും ഉൽപാദനം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ആ ഉൽപാദനത്തിന്റെ കുറവ് മൂലം വലിയ തോതിലുള്ള വിലവർധനം ഉണ്ടാവേണ്ടതാണ്. വിദേശ രാജ്യങ്ങളിലും തായ്ലൻഡ്, മലേഷ്യ പോലുള്ള രാജ്യങ്ങളിലും ഉൽപാദനം കുറഞ്ഞിട്ടുണ്ട്. ഈ ഉൽപാദനം കുറഞ്ഞ ഘട്ടത്തിൽ ആവശ്യകത കൂടി, റബ്ബറിന്റെ ആവശ്യകത കൂടുന്നു. ചൈനയിലും അമേരിക്കയിലും ഒക്കെ തന്നെ വലിയ തോതിൽ റബ്ബറിന് ആവശ്യം കൂടി വരികയാണ്. അങ്ങനെ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ ഈ സാധനത്തിന്റെ, അതായത് റബ്ബറിന്റെ വില വർദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ, അതായത് ജനുവരി അവസാനത്തോടു കൂടിയും ഫെബ്രുവരി ആദ്യത്തോടു കൂടിയും 180 രൂപയിലേക്ക് 1 കിലോ റബ്ബർ ഷീറ്റിന് വില വർദ്ധിക്കേണ്ടതാണ്. പക്ഷേ ടയർ ലോബി കൃത്യമായി ഇടപെടുകയാണ്. കാരണം അവർ വില കുറഞ്ഞ വേളയിൽ ടൺ കണക്കിന് റബ്ബർ
സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ അധികം റബ്ബറുകൾ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വിപണിയിൽ ഇടപെടാതെ ഈ വില വർധന ഇടിച്ചു താഴ്ത്തുകൊണ്ട് കർഷകർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണെങ്കിൽ ഭാവിയിൽ വീണ്ടും വില ഇടിയുമ്പോൾ അവർക്ക് കുറഞ്ഞ വിലയിൽ റബ്ബർ സംഭരിക്കാൻ കഴിയുമെന്നുള്ള ഒരു തന്ത്രമാണ് റബ്ബർ ഈ വൻകിട ടയർ കമ്പനികൾ പുലർത്തുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാർത്ത നൽകിയപ്പോൾ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഈ ടയർ ലോബികളുടെ നിലപാടിനെതിരെ MRFന്റെ ആസ്ഥാനമായിട്ടുള്ള കോട്ടയം വടവാതൂരിലേക്കും അതുപോലെ തന്നെ അപ്പോളോയുടെ ആസ്ഥാനമായിട്ടുള്ള കളമശ്ശേരിയിലെ ആസ്ഥാനത്തേക്കും ഒക്കെ തന്നെ കർഷകരുടെ മാർച്ച് സംഘടിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. കാരണം വലിയ തോതിലുള്ള പിഴ 1778 കോടി രൂപ പിഴ ചുമത്തിയിട്ട് ഈ ടയർ കമ്പനികൾക്ക് ചുമത്തിയ പിഴ, ആ പിഴ കൃത്യമായി കർഷകർക്ക് സബ്സിഡി ഇനത്തിൽ വിതരണം ചെയ്യണമെന്നുള്ള ആവശ്യമൊക്കെ ഉയർത്തിക്കൊണ്ടാണ് കർഷകർ സമരം നടത്തിയത്. അങ്ങനെയുള്ള നിരവധിയായ സമര പോരാട്ടങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി റബ്ബർ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ആഗോള വിപണിയിലെ വില വർധനവിനൊപ്പം അല്ലെങ്കിൽ വില വർദ്ധിക്കേണ്ട സാഹചര്യങ്ങളിൽ ഈ രാജ്യത്ത് വില വർദ്ധിപ്പിക്കാതെ ടയർ കമ്പനികൾ കൃത്യമായി ഇടപെട്ടുകൊണ്ട് കർഷകർക്ക് തിരിച്ചടി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യം ശരി, വ്യക്തമാണ്. സനോജാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.